വാസു. ദേവശ്രീ അവൻ്റെ കയ്യിൽ പതുക്കെ തൊട്ടു. അച്ചു എനിക്ക് സ്വന്തം മകനെ പോലെ തന്നെയാണ്. അവൻ്റെ സന്തോഷം കാണാൻ എനിക്ക് ആരുടെയും അനുവാദത്തിന് ആവശ്യമില്ല. താൻ എന്നെ അകറ്റി നിർത്തിയാലും നമ്മൾ തമ്മിൽ ഈ സൗഹൃദം സ്നേഹവും ഒരിക്കലും കുറയില്ല. അവളുടെ വാക്കുകൾ വസുദേവൻ്റെ ഹൃദയത്തിൽ തറച്ചു കയറി. പെട്ടെന്ന് അവൻ്റെ ചിന്തകൾ തങ്ങളുടെ പുതിയ ബിസിനസ് പ്രോജക്റ്റിലേക്ക് വഴിമാറി. ദേവു, നമ്മുടെ കണിമംഗലം ഗ്രൂപ്പിൻ്റെ പുതിയ കാർഡിയോ ഹോസ്പിറ്റൽ പ്രൊജക്റ്റ് ഉണ്ടല്ലോ. അതിൻ്റെ ഫയലുകളെല്ലാം ഞാൻ നോക്കി. വലിയൊരു ഉത്തരവാദിത്തമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ മേൽനോട്ടം എൻ്റെ ഏറ്റവും വിശ്വസ്തയായ സുഹൃത്ത് എന്ന നിലയിൽ നീ കൂടി ഏറ്റെടുക്കണമെന്നാണ്. നിന്റെ ആത്മാർത്ഥത എനിക്ക് പ്രോജക്റ്റിൽ വേണം, ഹോസ്പിറ്റലിലും വേണം. വസുദേവ് പ്രതീക്ഷയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞാൽ ഞാൻ അത് സന്തോഷത്തോടെ ചെയ്യും വസു. കാർഡിയോ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ നമുക്കൊരുമിച്ച് പഴയതുപോലെ തന്നെ ഭംഗിയായി നോക്കാം. ദേവശ്രീ ചിരിയോടെ സമ്മതിച്ചു. ആ നിമിഷം അവരുടെ അകൽച്ച മഞ്ഞുരുകി തുടങ്ങുകയായിരുന്നു. അതേസമയം ടൗണിലെ മറ്റൊരു കോണിൽ കാർത്തുമ്പി റോഡിനരികിൽ നിൽക്കുകയാണ്. എന്തോ ആലോചനയിൽ മുഴുകി നിന്ന അവളുടെ മുന്നിലേക്കാണ് പെട്ടെന്ന് ഇരുമ്പിക്കൊണ്ട് വരുണിൻ്റെ ബൈക്ക് വന്നു നിന്നത്. ബ്രേക്കിട്ട ശബ്ദം കേട്ട് അവൾ ഞെട്ടി നോക്കിയപ്പോൾ മുന്നിൽ ഹെൽമറ്റ് ഊരി മാറ്റിക്കൊണ്ട് വരുൺ നിൽക്കുന്നു. അവനെ കണ്ടതും കാർത്തുമ്പിയുടെ ഹൃദയം ഒരൊറ്റ നിമിഷം കൊണ്ട് താളം തെറ്റി വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. കണ്ണുകളിൽ അറിയാതെ ഒരു പരവേശം നിറഞ്ഞു. വരുൺ ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവൻ്റെ ആഴമേറിയ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തറപ്പിച്ചു നിർത്തി അവൻ ചോദിച്ചു, എന്താ കാർത്തുമ്പി ഇവിടെ ഒറ്റയ്ക്ക്? എന്തു പറ്റി? നിന്റെ കൂട്ടുകാരി ഇന്ന് വന്നില്ലേ? ഒന്നുമില്ല, കാർത്തുമ്പി വിക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ പതർച്ചയുണ്ടായതും അവനെ നോക്കാൻ കഴിയാതെ അവൾ കണ്ണുകൾ വെട്ടിച്ചു. വരുൺ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ വലിയ കണ്ണുകൾ പിടക്കുന്നുണ്ടായിരുന്നു. തണുപ്പുള്ള കാറ്റടിച്ചിട്ടും അവളുടെ നെറ്റിയിലും മേൽച്ചുണ്ടിലും ചെറിയ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. അവൻ്റെ സാന്നിധ്യം അവളെ എത്രമാത്രം അസ്വസ്ഥയാക്കുന്നുണ്ടെന്ന് അവൻ്റെ ആൺമനസ്സ് തിരിച്ചറിഞ്ഞു. അവനൊരു ചെറുപുഞ്ചിരിയോടെ അവളുടെ തൊട്ടരികിലേക്ക് ഒന്നുകൂടി അടുത്തു നിന്നു. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ കാർത്തുമ്പി നീ ഇങ്ങനെ നിന്ന് വിറക്കുന്നത്? നിന്റെ കണ്ണും നെറ്റിയും വിയർപ്പെല്ലാം കള്ളം പറയുകയാണോ? വരുൺ കുസൃതിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കാർത്തുമ്പിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. കാർ വന്ന് കണിമംഗലം തറവാടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത് അച്ചുവാണ്. അവൻ്റെ കയ്യിൽ ബാക്കി വന്ന പിസയുടെ പാഴ്സൽ ബോക്സ് ഉണ്ടായിരുന്നു. പിന്നാലെ ചിരിച്ചു വർത്തമാനം പറഞ്ഞ് വസുദേവും ദേവശ്രീയും കാറിൽ നിന്നിറങ്ങി. വർഷങ്ങൾക്ക് ശേഷം വസുദേവൻ്റെ മുഖത്ത് കാണുന്ന അസ്വസ്ഥതയും ചിരിയും ഉമ്മറത്തിണ്ണയിൽ നിന്ന് ശരണ്യ കാണുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ദേഷ്യത്തിൻ്റെയും അസൂയയുടെയും വലിയൊരു അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി. അച്ചു സന്തോഷത്തോടെ പാഴ്സൽ ബോക്സിൽ ഉമ്മറത്തേക്ക് ഓടി കയറി വന്നു. പക്ഷെ ശരണ്യയുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടതും അവൻ്റെ ആവേശം കെട്ടടങ്ങി. അവൻ പതുക്കെ അകത്തേക്ക് വലിഞ്ഞു. അപ്പോഴേക്കും വസുദേവനും ദേവശ്രീയും പടി കയറി ഉമ്മറത്തേക്ക് എത്തിയിരുന്നു. ശരണ്യെ അവിടെ കണ്ടതും ദേവശ്രിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അവൾ തല കുനിച്ചു നിന്നു. ആഹാ, വലിയൊരു ആഘോഷം കഴിഞ്ഞ് വന്നതാണല്ലോ. വലിയ കാര്യമായിപ്പോയി. ശരണ്യ പരിഹാസത്തോടെ കൈകൾ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് കനലുകൾ അപ്പോഴും ചിതറുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ശരണ്യെ ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നത്? അച്ഛന് പിസ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി വാങ്ങിക്കൊടുത്തു, അത്രയല്ലുള്ളൂ. ശരണ്യെ, നീ എന്തിനാ ഇന്നേ വരെ അച്ചുവിനോട് സ്നേഹത്തോടെ ഒന്ന് മിണ്ടിയിട്ടുള്ളത്? ഓർക്കുന്നുണ്ടോ നീ? അവൻ സ്കൂളിൽ വന്നെന്ന് ജസ്റ്റ് ചാമ്പ്യനെ സർട്ടിഫിക്കറ്റ് വാങ്ങി വന്നപ്പോൾ ക്ലാസ് ടോപ്പർ ആയപ്പോൾ ആ സന്തോഷം പങ്കുവെക്കാൻ അവൻ നിന്നെയും എന്നെയും കണ്ടില്ല. അപ്പോൾ അവൻ ഇവിടെ കണ്ടെത്തൽ ദേവശ്രീയാണ്. എന്നാൽ ദേവശ്രീ അവളാണ് അവനോട് ചോദിച്ചത് എന്താണ് വേണ്ടതെന്ന്. അവൾ അവൻ്റെ ഇഷ്ടത്തിന് അത് ഉണ്ടാക്കി കൊടുത്തതുമാണ് ആ പിസ. അതവൻ എത്ര ആസ്വദിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും നിനക്ക് അത് തട്ടിപ്പറിക്കാൻ എങ്ങനെ തോന്നി? ശരണ്യ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും വസുദേവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. വസുദേവ് വീണ്ടും തുടർന്നു. നീ ഒരു അമ്മയല്ലേ ശരണ്യെ? ഇതൊക്കെ ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തരണോ? നിന്റെ മകൻ തന്നെയാണവൻ. പക്ഷേ ആ കുട്ടിക്ക് എന്നു മുതലാണെന്ന് ചിരിച്ചു തുടങ്ങിയത്? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവനെ? ദേവശ്രീ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അവൻ്റെ ആ മൗനം തന്നെ മാറിയത്. അവന് കളിക്കാനും ചിരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഒരാളെ കിട്ടിയത് ഇപ്പോഴാണ്. നമ്മൾ രണ്ടുപേരും എപ്പോഴും ഹോസ്പിറ്റൽ കാര്യങ്ങൾ തിരക്കാണ്, ഓടുകയാണ്. നമുക്കവനെ നോക്കാൻ സമയമില്ലാത്തപ്പോഴാണ് എൻ്റെ ഒരു പഴയ സുഹൃത്തെന്ന നിലയിൽ അവൾ അവനെ നോക്കുന്നത്.
അവൻ അവളോട് മിണ്ടാനും കളിക്കാനും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നീ അത് തടയുകയല്ല വേണ്ടത്, പകരം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ശരണ്യയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം മിന്നിമറിഞ്ഞു. പക്ഷെ വസുദേവൻ നിർത്തിയില്ല. വസുദേവ് വീണ്ടും തുടർന്നു. ഇതൊക്കെ സംഭവിക്കാൻ കാരണം നീ തന്നെയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മമാരോടെന്നാണ്. എന്നാൽ ഇവിടെയെല്ലാം നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. സ്വന്തം മക്കളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാതെ അവരെ ചേർത്ത് നിൽക്കാൻ പഠിക്കാത്ത ഒരമ്മയായിട്ടാണ് നീ മാറുന്നത്. ഇങ്ങനെ പോയാൽ നിന്നേക്കാൾ സ്നേഹം നൽകുന്നവരുടെ കൂടെ അവരും പോകും. അതാണ് ഇന്ന് നീ കണ്ടത്. മനസ്സിലായോ നിനക്ക്? എന്നിട്ടും മതി നീ ബാക്കിയുള്ളവരെ കുറിച്ച് പരിഹസിക്കുന്നത്. വസുദേവന്റെ ഓരോ വാക്കും ശരണ്യയുടെ ഹൃദയത്തിൽ തറച്ചു. അപ്പുറത്തെ മുറിയിൽ ഒതുങ്ങിയിരുന്ന അച്ചുവിൻ്റെ തേങ്ങൽ ആ വലിയ വീട്ടിൽ നേരത്തെ മുഴക്കം കേട്ടു. ദേവശ്രീ പടിയിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ ഉള്ളിൽ വസുദേവനോടുള്ള ഒടുങ്ങാത്ത സ്നേഹവും ശരണ്യയുടെ വാക്കുകൾ ഏൽപ്പിച്ച മുറിയും ഒരുപോലെ നീറിപ്പുകയുന്നുണ്ടായിരുന്നു അവളിൽ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ദേവശ്രീയും കൂട്ടി അവരുടെ ഓഫീസ് റൂമിലേക്ക് പോയി. അപ്പോൾ തന്നെ ശരണ്യയും അവരുടെ റൂമിലേക്ക് കയറി. അപ്പോൾ ഞാനൊരമ്മയല്ലേ, അവന് സ്നേഹം കൊടുക്കാൻ എനിക്കറിയില്ലെന്നാണോ അവൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുറിക്കുള്ളിലെ നിശബ്ദതയെ അവൾ ശ്വാസം മുട്ടിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ തന്നെ പ്രതിരൂപം തന്നെ പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അച്ഛന് ഭക്ഷണം കൊടുക്കാൻ അവൾ വരണോ? എൻ്റെ മോനെ ഓരോ കാര്യങ്ങളും ഇടപെടാൻ അവൾക്കാരാണ് അധികാരം കൊടുത്തത്? മനുഷ്യൻ്റെ സമാധാനം കളയാൻ ഓരോരുത്തരങ്ങനെ ഇറങ്ങിക്കോളും. ശരണ്യയുടെ കണ്ണുകൾ വാശി നിറഞ്ഞു. തൻ്റെ കുടുംബത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനം നൽകാൻ അവൾ അപ്പോഴും തയ്യാറല്ല. വസുദേവന്റെ ആത്മബന്ധം ദേവശ്രീയാണെന്ന് തിരിച്ചറിവ് അവൾ ഒരുതരം ഭ്രാന്തമായ ദേഷ്യത്തിലേക്ക് വീണ്ടും നയിച്ചു. അവൾ വേഗം അലമാര തുറന്നു. അതിലുണ്ടായിരുന്ന തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി വലിച്ചു പുറത്തേക്കിട്ടു. ദേഷ്യം തീർക്കാനെന്നോണം അവൾ ആ വസ്ത്രങ്ങൾ കട്ടിലിലേക്ക് വീണ്ടും വലിച്ചെറിഞ്ഞു. ഇനി ഇവിടെ നിൽക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്നേക്കാൾ വലിയവളായി അവൾ ഇവിടെ വായണ്ട. ഓരോ വസ്ത്രവും മടക്കി ബാഗിലേക്ക് വെക്കുമ്പോഴും അവളുടെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. വസുദേവന്റെയും ദേവശ്രീയുടെയും മുഖം അവളുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു. തന്നെ തനിച്ചാക്കി അവർ രണ്ടുപേരും ചേർന്ന് ആശുപത്രിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അച്ചു അവളോടൊപ്പം ചിരിച്ചു കളിക്കുന്നതും ഓർത്തപ്പോൾ ശരണ്യയുടെ ഉള്ളിൽ ഒരു കടലിരമ്പി. തറവാടിൻ്റെ അന്തസ്സ് കാക്കുന്ന മരുമകളാകാൻ താൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ തനിക്ക് തൻ്റെ ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെടുകയാണോ എന്നൊരു വിഷമം അവൾ ഭയന്നു. പക്ഷെ ആ ഭയത്തെ തൻ്റെ അഹങ്കാരം കൊണ്ട് മൂടി വെച്ചുകൊണ്ട് അവൾ വീണ്ടും ആക്രോശിച്ചു. കണിമംഗലത്തെ മരുമകൾ ഞാൻ തന്നെയാണ്, അതാരും ഇനി മറക്കുകയും ചെയ്യരുത്. അവൾ തൻ്റെ സാധനങ്ങളെല്ലാം വേഗത്തിൽ അടുക്കി വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വസുദേവ് ആ വീട്ടിലുള്ളവരോട് ഒന്നും രാത്രി പറയാതെ അവൾ തൻ്റെ വണ്ടിയുടെ ചാവിയുമെടുത്ത് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ ഇതെല്ലാം റൂമിൻ്റെ ജനാലയിലൂടെ സേതുലക്ഷ്മി കാണുകയായിരുന്നു. അവരുടെ ഉള്ളിൽ സന്തോഷം അല തല്ലി. താൻ ഇത്രയും നാൾ കാത്തിരുന്ന നിമിഷം ഇപ്പോൾ വന്നെത്തി. ഇനി ഒരിക്കലും അവളെ ഇങ്ങോട്ട് കയറ്റരുത്, അതാണ് അടുത്ത ലക്ഷ്യം അവർ മനസ്സിൽ ഉരുവിട്ടു.